Once again, welcome back to Yes to Positive. ഒരു HIV ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് വന്നിട്ട് പലർക്കും മനസ്സമാധാനം കിട്ടാറില്ല. റിപ്പോർട്ട് എങ്ങാനും തെറ്റാണോ, എനിക്കിപ്പോഴും HIV ഉണ്ടാകുമോ, വീണ്ടും ഞാൻ ടെസ്റ്റ് എടുക്കണോ, ഇനി എൻ്റെ ബ്ലഡ് സാമ്പിൾസ് ലാബിൽ നിന്ന് മാറിപ്പോയോ, ഇത്തരം ചോദ്യങ്ങൾ ദിവസവും നിരവധി ആളുകൾ ചോദിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഒരു വ്യക്തിപരമായ രോഗനിർണയമല്ല ചെയ്യുന്നത്, പക്ഷേ ഒരു HIV നെഗറ്റീവ് റിപ്പോർട്ടിനെ എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് മനസ്സിലാക്കാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, HIV ടെസ്റ്റുകൾ എല്ലാം ഒരേപോലെയേ അല്ല. ചില ടെസ്റ്റുകൾ ശരീരം നിർമ്മിക്കുന്ന ആന്റിബോഡികൾ കണ്ടെത്തുന്നു, മറ്റു ചിലത് HIV-P24 ആന്റിജൻ കണ്ടെത്തുന്നു. എന്നാൽ വേറെ ചിലത് HIV-RNA അതായത് വൈറൽ ജനറ്റിക് മെറ്റീരിയൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഓരോ ടെസ്റ്റും കണ്ടെത്താൻ കഴിയുന്ന സമയം വ്യത്യസ്തമാണ്. അതായത് ഓരോ ടെസ്റ്റുകളും എടുക്കേണ്ട, അതായത് നിങ്ങൾക്ക് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടായ ശേഷം നിങ്ങൾ എടുക്കേണ്ട ഓരോ ടെസ്റ്റും ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചൂസ് ചെയ്താൽ മതി. അത് ഓരോ ടെസ്റ്റിനും ഓരോ സമയ പരിമിതിയുണ്ട്. അത് മനസ്സിലാക്കി ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കടമ്പ. അതായത് ശരീരത്തിൻ്റെ വൈറസ് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രതികരണം, അതായത് നമ്മൾ ആൻറ്റിബോഡി എന്ന് പറയും, അത് കണ്ടെത്താനാവാവുന്ന അളവിൽ എത്താൻ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ ബ്ലഡിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമയം വേണം. അതായത് ഇത്ര ദിവസം കഴിഞ്ഞാൽ അത് ആ ബ്ലഡിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഫലം വിലയിരുത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഏത് ടെസ്റ്റ് എടുത്തു, എക്സ്പോഷർ കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസർ, HIV റിസ്ക് അനലൈസിങ് സ്പെഷ്യലിസ്റ്റിനോ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഇനിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു നെഗറ്റീവ് ഫലം വിശ്വസിക്കാമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, ഒരു ശരിയായ സമയത്ത് ശരിയായ ടെസ്റ്റ് നടത്തിയാൽ നെഗറ്റീവ് ഫലം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഉദാഹരണത്തിന് ആധുനിക 4th ജനറേഷൻ HIV ടെസ്റ്റ് ശരിയായ സമയത്ത് ചെയ്താൽ കൃത്യമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് മാത്രം നോക്കാതെ അത് എപ്പോൾ എടുത്തു, ഏത് ടെസ്റ്റിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി അടുത്ത മെയിനായിട്ടുള്ള ഒരു ഘടകം, എന്തുകൊണ്ടാണ് പലർക്കും വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നത്? ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഹെൽത്ത് ആൻസൈറ്റിയാണ്. ചില നെഗറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷവും ശരീരത്തിലെ ഓരോ ചെറിയ മാറ്റവും HIV ആയി ഇവർ കരുതുന്നു. വീണ്ടും ഗൂഗിൾ ചെയ്യുന്നു, വീണ്ടും ടെസ്റ്റ് എടുക്കുന്നു, പക്ഷേ ഭയം മാറുന്നില്ല. ഇതിനെ ചിലപ്പോൾ നമ്മൾ റീഅഷുറൻസ് സീക്കിംഗ് സൈക്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. തുടർച്ചയായി ഉറപ്പ് തേടുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഇവർക്ക് ലഭിക്കാം, പക്ഷെ വീണ്ടും ആശങ്ക മടങ്ങി വരും. ഇതാണ് ആൻസൈറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ്. എപ്പോൾ വീണ്ടും ടെസ്റ്റ് ആവശ്യമായി വരും എന്ന് നമുക്ക് നോക്കാം. അതായത് ആർക്കൊക്കെയാണ് വീണ്ടും ടെസ്റ്റ് ആവശ്യമായി വരുന്നതെന്ന്. വീണ്ടും ടെസ്റ്റ് വേണോ എന്ന് ലക്ഷണങ്ങൾ നോക്കിയല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് എക്സ്പോഷറിൻ്റെ സ്വഭാവം, ഉപയോഗിച്ച ടെസ്റ്റിൻ്റെ തരം, എക്സ്പോഷർ മുതൽ ടെസ്റ്റ് വരെ കഴിഞ്ഞ സമയം, ആരോഗ്യ പ്രവർത്തകൻ്റെ നിർദ്ദേശം, അതായത് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് കൂട്ടുന്ന പോലെ അല്ല ടെസ്റ്റിൻ്റെ സമയപരിധിയും അല്ലെങ്കിൽ ടെസ്റ്റുകൾ എടുത്തുകൊണ്ടും ഇരിക്കേണ്ടത്. ഓർക്കുക, HIV നിർണ്ണയിക്കുന്നത് ലക്ഷണങ്ങളല്ല. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ലക്ഷണങ്ങൾ നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു നെഗറ്റീവ് റിപ്പോർട്ടും ഒരു പോസിറ്റീവ് റിപ്പോർട്ടും നമ്മൾ ഒറ്റയടിക്ക് വിലയിരുത്തരുത്. മറിച്ച് ശരിയായ ടെസ്റ്റ്, ശരിയായ സമയം, ശരിയായ റിസ്കിൻ്റെ വിലയിരുത്തൽ, അതായത് HIV റിസ്ക് അനലൈസിങ്, ഇവ ഒന്നിച്ചാൽ മാത്രമേ ശാസ്ത്രീയമായ നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഭയത്തേക്കാൾ തെളിവുകളെ വിശ്വസിക്കൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് സയൻറ്റിഫിക്കലി റെഫർ ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ HIV ടെസ്റ്റിംഗ് ഗൈഡ് ലൈനാണ്. അതുപോലെ ബ്രിട്ടീഷ് HIV അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻ ഓൺ HIV ടെസ്റ്റിംഗ് ആണ്. സെൻറ്റർ ഫോർ ഡിസീസ് ആൻഡ് കൺട്രോളിൻ്റെ ഇൻഫർമേഷൻ ഓൺ HIV ടെസ്റ്റിംഗ് ആൻഡ് വിൻഡോ പീരീഡ് എന്നീ 3 ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്തിരിക്കുന്നത്. നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക്, നിങ്ങൾക്ക് ബൈ ബർത്ത് പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതായത് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ ബുക്സ്, വസ്ത്രങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ പിറന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമോ ഒക്കെ വരുമ്പോൾ ഒരു ചെറിയ ഹെൽപ്പ് ഈ ബൈ ബർത്ത് പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്
നൽകാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സന്മനസ്സുള്ളവർ ഒന്നുകിൽ ഞങ്ങളുടെ ഓൺലൈൻ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ ആ കുട്ടികളുടെ പേരൻസിനെ ഡയറക്റ്റ് നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്തു തരുന്നതായിരിക്കും. കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അതിൻ്റെ സംഘടനകളുടെ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.